Namaste, those who are new here, I'm Dr. Susan Korath, life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നാർസിസിസ്റ്റിക് കൊളാപ്സ് എന്ന്. എന്നിട്ട് അവരതിനകത്ത് അവർ നാർസിസ്റ്റാന്ന് അവർ അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് ഇതുവരെ ഉണ്ടാക്കിയ മാസ്ക് ഒക്കെ അഴിഞ്ഞു വീടുമ്പോൾ അവർ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു റിയാക്ഷനിൽ നിന്ന് അവരെന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെ തിരിച്ചലേക്ക് കയറ്റാൻ ബെയിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അവർ നമ്മുടെ കാലെ പിടിക്കുന്നു, കരയുന്നു, അവരല്ല എന്നുള്ള രീതിയിൽ സ്ഥാപിക്കാൻ നോക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ അവർ റാഷണലൈസ് ചെയ്യുന്നു, വീണ്ടും മാനിപ്പുലേഷൻസ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ സാധാരണ വിക്ടിമിൽ കാണാറുണ്ട്. വിക്ടിം കൊളാപ്സ് എന്ന് പറയുന്ന ഒരു സാധനം. എപ്പോഴാണ് ഒരു വിക്ടിം കൊളാപ്സ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വിക്ടിം ഞാനൊരു വിക്ടിമാണെന്ന് അറിയുന്ന ആ ഒരു സമയത്ത്, അത് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ അവരെന്തെങ്കിലുമൊക്കെ വായിച്ചോ അറിഞ്ഞോ അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരാൾ അവരോട് പറയും യു ഹാവ് ബീൻ യൂസ്ഡ്, മിസ്യൂസ്ഡ് ആൻഡ് അബ്യൂസ്ഡ് എന്നുള്ള രീതിയിലേക്ക് അവർക്കൊരു മെസ്സേജ് കൊടുക്കും. എങ്ങനെയാണ്? യു ഹാവ് ബീൻ യൂസ്ഡ്, മിസ്യൂസ്ഡ് ആൻഡ് അബ്യൂസ്ഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് അവർക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നോ, ഇല്ല, ഞാൻ ചെയ്തതെല്ലാം നന്മയ്ക്കായിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങനെ ചെയ്തു, ഈ രീതിയിൽ ഞാൻ സാക്രിഫൈസ് ചെയ്തു, എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു, അവരെന്നെയും സ്നേഹിക്കുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ അവർ സ്നേഹം തരുന്നുണ്ടല്ലോ. നമ്മൾ നന്മ മാത്രമല്ലേ നോക്കണ്ടേ, നമ്മൾ തിന്മയല്ലല്ലോ നോക്കണ്ടേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുക. ഇവർ കുറേ ന്യായീകരണങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ വിക്ടിം അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ കടന്ന് നല്ല രീതിയിൽ പരിശ്രമിക്കും. ചിലർ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഒരു കാരണവശാലും പറ്റുന്ന കാര്യമല്ലായിരുന്നു. കാരണം ഞാൻ അത്രയും സ്മാർട്ടായിട്ടുള്ള ആളായിരുന്നു. ഞാൻ എൻ്റെ കോളേജ് ഡേയ്സിൽ, സ്കൂൾ ഡേയ്സിൽ ഏറ്റവും സ്മാർട്ടായിട്ടിരുന്നതാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വാദിക്കുകയും കുടുംബങ്ങളിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങളെ പറ്റിയും സമൂഹത്തിൽ നമ്മളൊരു ഇക്വാലിറ്റി കൊണ്ടുവരുന്നതിനെ പറ്റിയൊക്കെ ഘോരഘോരം പ്രസംഗിക്കുകയും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഐ ക്യാൻ നോട്ട് അക്സെപ്റ്റ് ഐ എം എ വിക്ടിം. ആണുങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ല. കാരണം ഞാൻ വിക്ടിമാകുക, എന്നെ ഒരാളെ വിക്ടിമാക്കുകയെ, ഞാനൊരു ആണുങ്ങളെ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും വളരെ സ്ട്രോങ്ങും വളരെ കേപ്പബിളും വളരെ അവർക്കൊരു കൺട്രോളിങ് പവർ ഉണ്ട്, ഒരു ലീഡർഷിപ്പ് പവർ ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരെയും പഠിപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. അത് ലീഡ് ആൻഡ് അതേഴ്സ് ഷുഡ് ഫോളോ എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചു. അവർക്കപ്പം വിക്ടിമായി എന്ന് കേൾക്കുന്നത് അവർക്ക് സത്യം പറഞ്ഞ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരിങ്ങനെ അത് പ്രോസസ്സ് ചെയ്യാൻ തന്നെ സമയമെടുക്കും. എന്നിട്ട് അവർ ഇതിനെ മുഴുവൻ എവിടൊക്കെ റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ, എവിടൊക്കെ ഞാൻ വിക്ടിം അല്ല 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 എന്ന് സ്ഥാപിക്കാൻ പറ്റുമോ അതെല്ലാം സ്ഥാപിക്കും. എന്നിട്ട് ഇതുപോലെ തന്നെ റാഷണലൈസ് ചെയ്യും. അതങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെയാണ്, ഇത് നല്ല രീതിയിൽ വരും, എനിക്കറിയാം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് എന്നെല്ലാം നമ്മൾ പറയും. അപ്പോൾ ഈ വിക്ടിം എന്ന് പറയുന്ന ആള് മോസ്റ്റ്ലി ഇവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരിങ്ങനെ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇവരിൽ നിന്ന് ഇവർ ചെയ്ത ഒരു കാര്യത്തിനും എൻഡ് റിസൾട്ടായിട്ട് അത് അവർ വിചാരിച്ച പോലെ അത് നല്ല രീതിയിൽ വന്നില്ല. ഇപ്പം അവർ ഒരു കുട്ടിയെ, അല്ലെങ്കിൽ അവർ ഒരു പേരൻ്റ് ഭയങ്കരമായിട്ട് ആ ഒരു അബ്യൂസിൽ കിടന്ന് സാക്രിഫൈസ് ചെയ്തൊരു വിക്ടിമായിട്ട് അതിനകത്ത് കിടന്ന് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും എല്ലാവരുടെ ഇതിനു വേണ്ടിയിട്ടും സഹിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന കുട്ടികൾ ചിലപ്പോൾ വഴി തെറ്റിപ്പോവുക, അല്ലെങ്കിൽ അവർക്ക് ആ രീതിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് പറയും, ലുക്ക്, ഇതൊക്കെ വന്നത് ഇന്ന കാരണം കൊണ്ടാണ്, നിങ്ങൾ അത്രയും ഇതായി സഹിച്ചു വന്നപ്പോൾ കുട്ടി വളർന്ന സാഹചര്യത്തിൽ നിന്നുണ്ടായതാണെന്നുള്ളതൊന്നും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവർ നോക്കുമ്പം എൻ്റെ ഈ സാക്രിഫൈസിനും ഞാൻ ഈ ചെയ്തതിനും ഞാൻ ഈ സഹിച്ചതിനും ഒന്നും വാല്യൂ ആരും തരുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോഴത്തേനും, അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിക്കൽ നീഡ് ഓഫ് ഐ മസ്റ്റ് ബി നീഡഡ് ബൈ അതേഴ്സ് എന്നുള്ള ഫീലിങ്ങിന് അഫക്റ്റ് വരുമ്പം, എന്നെ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു ഫീലിങ്ങിന് ഒരു കോട്ടം തട്ടുമ്പോഴത്തേനും, എൻ്റെ ജീവിതത്തിൽ ഒരു നാർസിസിസ്റ്റിക് ആളുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ പറ്റി എനിക്ക് കുറേ ബിലീവ്സ് ഉണ്ടായിരുന്നു. ദ പേഴ്സൺ ഹൂ ഇസ് മൈ പാർട്ട്ണർ ഓർ മൈ ഫാദർ ഓർ മൈ മദർ ഹു ഓൾവേസ് വാണ്ട് ദ ബെസ്റ്റ് ഫോർ മീ എന്നുള്ള അവരുടെ ആ ബിഹേവിയറിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നമ്മുടെ സൊസൈറ്റിയൊക്കെ സ്ഥാപിച്ചു തന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇവർ ഇന്ന പൊസിഷനുള്ളവർ നമ്മുടെ നന്മയ്ക്കായിട്ടായിരിക്കും ചെയ്യുക. നമ്മുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നമ്മുടെ വൈഫ്, നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, നമ്മുടെ മക്കൾ, ഇവരൊക്കെ അവരെപ്പറ്റി നമ്മൾ അങ്ങനെ ചിന്തിച്ചു വെക്കുമ്പോൾ ആ ചിന്തകൾക്ക്, നമ്മുടെ ആ ബിലീഫ്സിന്
ആ ഒരു വിശ്വാസത്തിന് കോട്ടം തട്ടുമ്പോൾ ഇവർക്കത് പലപ്പോഴും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അവരങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അവരങ്ങനെ ചെയ്യില്ല, അവരൊരിക്കലും അങ്ങനെ ചെയ്യുന്നവരല്ല എന്നുള്ള രീതിയിലേക്ക് വരും. പിന്നെ അവർ അവിടെ കിടന്ന് മൊത്തം റാഷണലൈസേഷൻ. അപ്പോൾ എനിക്ക് കണ്ടോ എന്നോട് ഇങ്ങനൊരു സ്നേഹമുണ്ട്, കണ്ടോ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എന്നോട് പലപ്പോഴും എന്നോട് വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറിയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മളിങ്ങനെ പറയും, എത്ര ദേഷ്യപ്പെട്ടാലും ഞാനൊന്നും മിണ്ടാതിരുന്നാൽ ആ ദേഷ്യം അങ്ങ് അടങ്ങും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് കയ്യിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അടങ്ങും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെന്തോരം റാഷണലൈസേഷൻ കൊണ്ടുവരാവോ അതെല്ലാം കൊണ്ടുവരും. വൈകിട്ട് ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ കണ്ടാൽ തീരാവുന്ന വഴക്കാണ്. ഞങ്ങൾ ഒരു ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ തീരുന്നതാണ്. ഇങ്ങനെയൊക്കെ ഇവരിങ്ങനെ സ്വയം ന്യായീകരിച്ച് കൊണ്ടുവരാനായിട്ട് നോക്കും. അതിലേറ്റവും വിക്ടിമിൻ്റെ കൊളാപ്സ് വരുന്ന ഒരു സമയമാണ് ഡിസ്കാർഡിങ്. ഒരു നാർസിസിസ്റ്റ് അവരെ ചെയ്യുമ്പോൾ, ഒരു നാർസിസിസ്റ്റ് അവരെ കംപ്ലീറ്റ്ലി ഡിസ്കാർഡ് ചെയ്ത് ഇങ്ങനെ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്ന പോലെ, എനിക്ക് ആവശ്യമില്ല, നിന്റെ കംപ്ലീറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0-ലും താഴെയാണെന്നും പറഞ്ഞ് അവരെ ഡിസ്കാർഡ് ചെയ്യുകയും അവർ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരു കൊളാപ്സ് ഉണ്ടാകുന്നത്, അവർ കംപ്ലീറ്റ്ലി പലരും അവരെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും അത് വരുന്നത്. അവർക്കിതൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു ഇതായിരിക്കില്ല. ഇനി പെട്ടെന്നുണ്ടാകുന്ന ഒരു റിയലൈസേഷൻ, മേ ബി ഇറ്റ് ക്യാൻ ബി ത്രൂ യുവർ സൈക്കോളജിസ്റ്റ് ഓർ ത്രൂ യുവർ ഫ്രണ്ട്സ് ഓർ എനിബഡി, നിങ്ങളെ കൊണ്ട് ഇനി ഇൻ കേസ് നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് നിങ്ങളൊരു വിക്ടിമായി, നിങ്ങളെ മിസ്യൂസ് അബ്യൂസ് ചെയ്തു, ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടി എന്നും പറഞ്ഞ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര പ്രയാസപ്പെടുന്നത്, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, നിങ്ങളുടെ സ്പിരിച്വൽ എല്ലാ രീതിയിലും ഇതിനെ അഫക്റ്റ് ചെയ്തത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ചിലർ പറഞ്ഞു കൊടുക്കും എന്തൊക്കെ ചെയ്യണം. ചിലർ പറയും ഗ്രേ റോക്കിങ് ചെയ്യുക, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ഇപ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് അവരോട് പറയും, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ലൈഫിൽ നാർസിസിസ്റ്റ് അയാളോട് പറയരുത് അയാളൊരു നാർസിസിസ്റ്റ് ആണ്. പക്ഷേ ഈ കൊളാപ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഇരിക്കുമ്പോൾ, ആ ഇമോഷണൽ പ്രഷർ താങ്ങാൻ വയ്യാതെ അവർ ചിന്തിക്കുന്നത് എൻ്റെ കുഴപ്പമല്ലല്ലോ, ഇയാളിങ്ങനെ ആയിട്ടല്ലേ എനിക്കിങ്ങനെയൊക്കെ വന്നേ, ഇയാളിങ്ങനെ ആയതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ മോശമായിട്ട് നടക്കുന്നത്, അല്ലെ എത്ര നന്നായി പോകേണ്ട ഒരു റിലേഷൻഷിപ്പ്, എത്ര നന്നായി പോകേണ്ട ഒരു കുടുംബം, അല്ലെങ്കിൽ ആ രീതിക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും ഈ നാർസിസിസ്റ്റ് കൊളാപ്സിൽ ഈ വിക്ടിം കൊളാപ്സിൽ വിക്ടിം പറയുന്ന ഒരു കാര്യമാണ്, നീ ഒരു നാർസിസിസ്റ്റ് അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, നിങ്ങളൊരു നാർസിസിസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കും. അപ്പോൾ പിന്നെ അറിയാമല്ലോ, അപ്പം നാർസിസിസ്റ്റ് വേണമെങ്കിൽ, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുമ്പോൾ നാർസിസിസ്റ്റ് പെട്ടെന്ന് തോന്നും ഇവിടെയും കൊളാപ്സ്. അപ്പം ഈ 2 കൊളാപ്സൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നാർസിസം കൊളാപ്സായി, വിക്ടിമും കൊളാപ്സായി. ആൻഡ് ദെൻ ഇവിടെ ഭയങ്കരമായിട്ട് നാർസിസിൻ്റെ രീതിയിൽ റാഷണലൈസേഷൻ നടത്തുന്നു, വിക്ടിമിൻ്റെ രീതിയിൽ റാഷണലൈസേഷൻ നടക്കുന്നു. പക്ഷേ ഇതിനകത്ത് 2 പേരുടെ കൊളാപ്സിൽ ആരാണ് ജയിക്കുക എന്ന് ചോദിച്ചാൽ, ഇഫ് ദ വിക്ടിം വാസ് നോട്ട് ഗെറ്റിംഗ് ദ ഇനഫ് സപ്പോർട്ട് ബൈ എ തെറപ്പിസ്റ്റ് or ഒരു സ്ട്രോങ് ഒരു കോച്ചിൻ്റെ കയ്യിൽ അവരല്ല എന്നുണ്ടെങ്കിൽ, മോസ്റ്റ്ലി നാർസിസിസ്റ്റിക് അവരായിരിക്കും വിൻ ചെയ്യുക. കാരണം അവരിവരെ നല്ല രീതിയിൽ വലിച്ചുകൊണ്ട് പോകാൻ സാധ്യത. കാരണം ഓൾറെഡി വിക്ടിം ഇരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഇല്ല അങ്ങനെ എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല, എൻ്റെ ഇത്രയും നാളത്തെ സഹനം, എൻ്റെ ഇത്രയും നാളത്തെ പ്രവർത്തനം, എൻ്റെ ഇത്രയും നാളത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്, എൻ്റെ ഇമോഷണൽ, എൻ്റെ സൈക്കോളജിക്കൽ, എൻ്റെ മെൻ്റൽ, എൻ്റെ ഫിസിക്കൽ, എൻ്റെ ടൈം, എൻ്റെ എനർജി, എൻ്റെ കരിയർ, എൻ്റെ ഫൈനാൻസ്, ഇതെല്ലാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് അങ്ങനെ അങ്ങ് പോകുന്നു എന്നിവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നാർസിസിസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഏത് അപ്രോച്ചും അവരെ ബെയ്റ്റ് ചെയ്തുകൊണ്ടുള്ള എയർ അപ്രോച്ചും, അതായത് കാലെ പിടിക്കുന്നു, കരയുന്നു, അങ്ങനെയല്ല നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്, നമ്മൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെയല്ലേ, ഇതിനകത്ത് ഇവർ ചിലപ്പോൾ വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു വിക്ടിം കൊളാപ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, അവർ എങ്ങനെയെങ്കിലും എനിക്ക് ഈ നാർസിസിസ്റ്റിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ, എനിക്കൊന്ന് പറ്റുമോ, ഞാൻ എന്ത് ചെയ്താലാണ് എനിക്കിനി ഒന്ന് ജീവിക്കാൻ പറ്റുക എന്നുള്ളൊരവസ്ഥയിലായിരിക്കും. അങ്ങനെയൊന്നുമില്ല, ഞാൻ അതുപോലെ കൊണ്ടുവന്നതെന്നുള്ള രീതിയിൽ അവർ മാക്സിമം അവരെ ആ ഒരു റിലേഷൻഷിപ്സിലേക്ക് അവർ ഒന്നുകൂടെ ഒന്ന് ഉറ്റുനോക്കി എങ്ങനെയെങ്കിലും ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. കാരണം അവർക്ക് അവർ വിക്ടിമാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. അവർ തന്നെ കിടന്ന് കുറേയൊക്കെ ശ്രമിക്കും. പിന്നെ ഇതിൽ നിന്നൊക്കെ ഞാൻ വിക്ടിമായി എന്നുള്ളൊരിത് വരുമ്പോഴാണ് പലപ്പോഴും പലരും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ വിക്ടിമിൻ്റെ ഒരു കൊളാപ്സ് സംഭവിച്ചു കഴിയുമ്പോഴത്തേനും അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്,
അവർ ചെയ്തതെല്ലാം നല്ലതാണ് എന്നാണ്. അവരൊരിക്കലും ചിന്തിക്കുന്നില്ല നാർസിസിസ്റ്റ് അല്ല, ഞാൻ തന്നെയാണ് ഇവിടെ പ്രശ്നക്കാരെന്ന് അവർ ചിന്തിക്കുന്നില്ല. കാരണം നാർസിസിസ്റ്റിൻ്റെ രീതിക്ക് എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ വിക്ടിമിൻ്റെ സെൽഫിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടും ഒന്നും ചെയ്യുന്നില്ല. അവരെല്ലാം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ ഇവരെ യൂസ് ചെയ്യും, മിസ്യൂസ് ചെയ്യും, അബ്യൂസ് ചെയ്യും എന്നുള്ള ഒരു റിയാലിറ്റിയെ ഇവർ കാണുന്നില്ല. അല്ലെ അതിനെ അവർ റിയലൈസ് ചെയ്യാതെ അവർക്കൊരു ബൗണ്ടറിയും ഇല്ല, അവർക്കൊരു കാര്യത്തിലും ഇതില്ല, എല്ലാം അനുസരിച്ചും നമുക്ക് എന്താ പറയുക സാക്രിഫൈസ് ചെയ്തും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകളഞ്ഞും ഒതുങ്ങിയും വഴക്ക് വേണ്ടല്ലോ, പ്രശ്നം വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു സാധനം അങ്ങനെയാണ് വിക്ടിം കൊണ്ട്. ഇതാണ് ഒരു ദിവസം ഭയങ്കരമായിട്ട് പൊളിഞ്ഞ് താഴെ വീഴുന്നത്. അപ്പോൾ അവർ കെട്ടിക്കൊണ്ട് വന്നതും റിയൽ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമല്ല. എപ്പോൾ വേണേലും പൊട്ടിപ്പോകുന്ന ഒരു ലൈഫാണ് അവരും ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അതിനകത്ത് ഒരു വിക്ടിമിന് ഏറ്റവും വലിയ പങ്കുണ്ട് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യത്തില്ല. എൻ്റെ കുഴപ്പം കൊണ്ടല്ല, മറ്റേയാളുടെ കുഴപ്പം കൊണ്ടാണ് ഇവിടെ എല്ലാം ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മുകളിലേക്ക് ചെന്നിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ നാർസിസിസ്റ്റാണ്, നിങ്ങൾ കാരണമാണ് അങ്ങനെ ആയത്, നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് വരുത്തുന്നത്. പക്ഷേ ആദ്യം ചിന്തിക്കേണ്ടത് ഈ ഒരാൾക്ക്, ആ നാർസിസിസ്റ്റോ എന്തുമാകട്ടെ അയാളെ എങ്ങനെ മിസ്യൂസ് അബ്യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കണം. അപ്പം നമ്മളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിക്ടിമിൻ്റെ കൊളാപ്സിലേക്ക് നോക്കുമ്പോൾ വിക്ടിംസ് എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ വിക്ടിമൈസ്ഡ് ആയി, ഇനി എനിക്ക് I understand, now I need help, I need to get out of it and I need to live a very സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് ലൈഫ് വിത്ത് ഓട്ടോണമി ആൻഡ് ഏജൻസി. ഈ രീതിക്ക് എനിക്ക് ജീവിക്കണം എന്നുള്ളത് വരുമ്പോഴാണ് നമുക്കൊരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ജീവിതം ജീവിക്കാനായിട്ട് പറ്റുക. അപ്പം വിക്ടിമായിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വിക്ടിം കൊളാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മോസ്റ്റ്ലി എല്ലാ വിക്ടിംസിനും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലർ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തേക്ക് കിടന്നും, ചിലർ മാസങ്ങളെടുക്കും ഇതിനകത്ത് ഇങ്ങനെ റാഷണലൈസ് ചെയ്തും പറഞ്ഞും എടുത്തും ഒക്കെ വരാനായിട്ട്. അങ്ങനത്തെ ഒരു പീരീഡ് നമ്മൾ കാണാറുണ്ട്. ചിലർ പെട്ടെന്നായിരിക്കും, ചിലർ they take few weeks, ചിലർ takes months to come out of it, to say that I'm a victim and to work on themselves. അപ്പോൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം never give abuse, never take abuse and never self abuse. എല്ലാവരും നല്ല സെൽഫ് ലവ് ഉള്ളവരായിട്ട്, സെൽഫിനെ കെയർ ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ് ആയിരിക്കണം. അതിനെ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.